എല്ലാവർക്കും സിവിൻസ് മൂവീസ് ആൻഡ് ഫുട്ബോൾ ടോക്കിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് സംസാരിക്കുന്നത് കേരള ബ്ലാസ്റ്റേഴ്സിനെ കുറിച്ചുള്ള മറ്റൊരു വീഡിയോ ആയിട്ടാണ്. കേരള ബ്ലാസ്റ്റേഴ്സും നമ്മുടെ അത്ലറ്റിക്കോ ഡി കൊൽക്കത്ത അല്ലെങ്കിൽ ATKയുമായിട്ടുള്ള അവരുടെ ഫോറിൻ സ്ക്വാഡുകൾ തമ്മിലുള്ള ഒരു താരതമ്യമാണ് നമ്മൾ ഇന്ന് ചർച്ച ചെയ്യപ്പെടുന്നത്. എല്ലാ ISL ടീമിനും ഒരു ഫോറിൻ സ്ക്വാഡ് ഫോർമേഷൻ ഉണ്ട്. പ്രത്യേകിച്ച് 7 താരങ്ങളെ നമുക്കിപ്പോൾ പുതിയ നിയമപ്രകാരം 7 താരങ്ങളെ നമുക്ക് ഫോറിൻ സ്ക്വാഡായിട്ട് ഉൾപ്പെടുത്താൻ സാധിക്കത്തുള്ളൂ. അപ്പോൾ ഈ 7 താരങ്ങളെ ഏതൊക്കെ പൊസിഷനിലായിരിക്കണം ഈ താരങ്ങളിൽ നിന്നുള്ള ഒരു ധാരണ ടീമിന് സൈനിങ് ചെയ്യുന്നതിന് മുമ്പ് തന്നെ ഉണ്ടാകണം. അതായത് കോച്ചിനുണ്ടാകണം. എങ്കിൽ മാത്രമേ നമ്മൾ അതിനനുസരിച്ചുള്ള സൈനിങ്ങുകൾ ഏതൊക്കെ പൊസിഷനിൽ സൈനിങ്ങൾ വേണമെന്ന് നമുക്കറിയത്തുള്ളൂ. പിൽക്കാലത്ത് അതായത് മുൻപത്തൊക്കെ നമ്മൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ കൂടുതൽ പേരും സ്ട്രൈക്കിങ്ങിനാണ് കൂടുതൽ പ്രിഫറൻസ് കൊടുത്തുകൊണ്ടിരുന്നത്. അല്ലെങ്കിൽ നേരെ ഡിഫൻസിൽ 2-3 സെൻറ്റർ ബാക്ക് താരങ്ങളും പിന്നെ നേരെ പോയി കഴിഞ്ഞാൽ അറ്റാക്കിംഗ് ആയിട്ടുള്ള താരങ്ങളായിരുന്നു നോക്കിക്കൊണ്ടിരുന്നത്. പക്ഷേ ഈ കൊല്ലം എന്നൊക്കെ പറഞ്ഞാൽ അല്ലെങ്കിൽ കഴിഞ്ഞ കൊല്ലവും നമ്മൾ ഈ ട്രെൻഡ് കണ്ടാണ് ഈ ഡിഫൻസീവ് മിഡ്ഫീൽഡേഴ്സിനൊക്കെ കൂടുതൽ സാധ്യതകൾ അല്ലെങ്കിൽ ഡിഫൻസീവ് മിഡ്ഫീൽഡറൊക്കെ ഫോറിനേഴ്സിനെ കൊണ്ടുവന്ന് കളിപ്പിക്കുന്നതൊക്കെ കൂടുതൽ രീതിയിൽ നമുക്ക് കാണാൻ സാധിച്ചു. അപ്പോൾ ഈ സീസണിനകത്ത് അങ്ങനെ ഉള്ള ഒരു സൈനിങ് ആണ് മിക്ക ടീമുകളും. ഡിഫൻസും അറ്റാക്കിങ്ങും കൂടി ഒരു സമചിതമായിട്ട് തന്നെ ഫോറിനേഴ്സിനെ സൈൻ ചെയ്ത ഒരു സീസണാണ് എല്ലാ ടീമുകളും. അപ്പോൾ നമ്മൾ ആദ്യത്തെ ഈ സീസണിനകത്ത് നമ്മളിപ്പം താരതമ്യം ചെയ്യുന്നത് അത്ലറ്റിക്കോ ATKയായിട്ടാണ്. അപ്പോൾ KBC വെറ്റ്സ് ATKയോടെ നമ്മൾ വീഡിയോയിലേക്ക് കിടക്കാം. നമ്മൾ ഈ കേരള ബ്ലാസ്റ്റേഴ്സും ATKയും തമ്മിലുള്ള ഫോറിൻ സ്ക്വാഡ് വാങ്ങിയ ഫോർമേഷനുകൾ നമുക്കൊരു കമ്പാരിസൺ ചെയ്യാൻ ആദ്യം അതിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ നമ്മുടെ സെൻട്രൽ ബാക്ക് താരങ്ങളെ 2 താരങ്ങളെയാണ് വാങ്ങിച്ചത്, ജെയ്റോയും സുവർലോണും. അതേസമയം ഒരു പ്യുവർ CDM ആയിട്ട് നമുക്കുള്ളത് നിങ്ങും മാരിയോ ആണ്. പിന്നെ അറ്റാക്കിംഗ് ആയിട്ട് നമുക്ക് സിഡോ ഉണ്ട്. പിന്നെ സെൻട്രൽ ഫോർവേഡായിട്ടോ അല്ലെങ്കിൽ ലെഫ്റ്റ് വിങ്ങിൽ കളിക്കാനായിട്ട് മെസ്സിയും പിന്നെ സെൻട്രൽ ഫോർവേഡായിട്ടോ ഒക്ബെച്ച് ഉണ്ട്. 2 പേരും നമുക്ക് സെൻട്രൽ ഫോർവേഡായിട്ടാണ് പരിഗണിക്കാൻ പറ്റുന്നത്. അങ്ങനെയെങ്കിൽ നമ്മുടെ ഒരു ഫോർമേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2-2-1-2 എന്നാണ് നമ്മുടെ ഫോർമേഷൻ. 2, 4, 5, 7 താരങ്ങളായിട്ടുണ്ട്. ഇതാണ് നമ്മൾ ഫീൽഡിൽ ഫോർമുലേഷൻ അണിനിരത്താവുന്നത്. ഇനി നമ്മൾ അത്ലറ്റിക്കോടെ നോക്കുകയാണെങ്കിൽ അവർ വാങ്ങിച്ചിരിക്കുന്നത് 2 സെൻട്രൽ ബാക്ക് താരങ്ങളെയാണ്. ഒന്ന് അഗസ്, പിന്നെ മറ്റൊന്ന് ജോൺസൺ. പിന്നെ അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ജാവി ഫെർണാണ്ടസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു അറ്റാക്കിംഗ് താരവും ഡാരിയോ വിഡോസിച്ച് എന്ന് പറഞ്ഞ മറ്റൊരു അറ്റാക്കിംഗ് താരമാണ്. സെൻട്രൽ ഡിഫൻഡീവ് മിഡ്ഫീൽഡറായിട്ട് അവർക്ക് കാൾ മക്യൂ ഉണ്ട്. പിന്നെ അത് 2 സെൻട്രൽ ഫോർവേഡാണ് റോയ് കൃഷ്ണയും ഡേവിഡ് വില്യംസും. അപ്പോൾ അവരുടെ ഒരു ഫോർമേഷൻ എന്ന് പറഞ്ഞാൽ 2-1-2-2 ആണ്. അപ്പോൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കും നമ്മൾ കുറച്ചുകൂടെ കേരള ബ്ലാസ്റ്റേഴ്സ് കുറച്ച് ഡിഫെൻസീവ് രീതിയിലും അത്ലറ്റിക്ക് കുറച്ച് അറ്റാക്കിംഗ് മൈൻഡിലുമാണ് അവരുടെ ഫോറിനേഴ്സിനെ ബൈ ചെയ്തിരിക്കുന്നത്. കാരണം കൂടുതൽ പേരും അറ്റാക്കിങ്ങിന് 4 താരങ്ങൾ അറ്റാക്കിങ്ങിന് വേണ്ടിയാണ് അവർ മുൻ എടുത്തിരിക്കുന്നത്. അതേസമയം കേരള ബ്ലാസ്റ്റേഴ്സ് 4 താരങ്ങൾ ഡിഫെൻസീവിന് വേണ്ടിയാണ്. അപ്പോൾ ഡിഫെൻസീവ് മൈൻഡ് കേരള ബ്ലാസ്റ്റേഴ്സിനും ATK ഒരു അറ്റാക്കിംഗ് മൈൻഡ് ഉണ്ടെന്ന് നമുക്ക് മനസ്സിലാക്കാം. ഇനി ഞാൻ ഈ ATKയുടെ ഒരു അനാലിസിസ് ATKയോട് താരതമ്യം ചെയ്യുന്നുണ്ട്. നമ്മൾ ATKയുടെ ഫൈനൽ 11 സ്ഥാനം നേടാനുള്ള 5 പേര് ആരൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഇതിൽ ഈ 7 സൈനിങ്ങിൽ നമ്മൾ ജനറലായിട്ട് പറയുമ്പോൾ ഇതിൽ ഏറ്റവും ലീസ്റ്റ് പിക്കിംഗ് ഓപ്ഷൻ ഉണ്ടാകുന്നത് മിക്കവാറും അഗസ്റ്റിന് തന്നെയായിരിക്കും. കാരണം അഗസ്റ്റിൻ്റെ ആവശ്യകത നമ്മൾ വന്നു കഴിഞ്ഞാൽ നമ്മൾ അറ്റാക്കിങ്, അതായത് ATK കോച്ച് കരുതണം. കാരണം അറ്റാക്കിങ്ങിന് അത് വളരെ രീതിയിൽ അത് ബാധിക്കാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് അഗസ്റ്റിനെ എന്തായാലും ഒരു സബ്സ്റ്റിറ്റ്യൂട്ട് ബാക്കപ്പ് പ്ലെയർ ആയിട്ട് തന്നെയാണ് ഞാൻ കരുതുന്നത്. ബാക്കിയുള്ള 6 പേരിൽ നിന്ന് 5 പേരെ കണ്ടെത്തുന്നതാണ് ഏറ്റവും പ്രയാസം. അതിൽ ഞാൻ ഏറ്റവും ബെസ്റ്റായിട്ട്, അതായത് ഒരു അറ്റാക്കിംഗ് ഡിഫെൻസീവ് മൈൻഡായിട്ട് നോക്കുമ്പോൾ 2 കൂടി ബാലൻസ് ചെയ്യാമെന്നുള്ള ഫോർമേഷൻ എന്ന് പറഞ്ഞാൽ അവർക്ക് നിലനിർത്താവുന്നത് 1-1-2-1 എന്ന ഫോർമേഷനാണ് അവർക്ക് നിലനിർത്താൻ കൂടുതൽ നല്ലത്. കാരണം അതാകുമ്പോൾ ജോൺസനെ ബാക്ക് നിർത്തി CDM ആയിട്ട് അവർക്ക് കാൾ മക്യുവിനെയും അതേപോലെ തന്നെ അറ്റാക്കിങ്ങിലെ ജാവിയും ഡാരിയോയും സ്ട്രൈക്കറായിട്ട് അല്ലെങ്കിൽ സെൻട്രൽ ഫോർവേഡായിട്ട് അവർക്ക് റോയ് കൃഷ്ണയെ നിലനിർത്താൻ സാധിക്കുകയാണെങ്കിൽ അതായിരിക്കും ഒരു ബാലൻസ്ഡ് ഫോർമേഷൻ. ഇനി ഒരു അറ്റാക്കിംഗ് അഗ്രസീവ് മൈൻഡോടെ നിൽക്കുകയാണെങ്കിൽ നമുക്ക് ആ CDMനെ മാറ്റിയിട്ട് ജോൺസനെ മാത്രം സെൻട്രൽ ബാക്കിൽ നിർത്തിയിട്ട് ജാവിയെയും ഡാരിയോ നമ്മൾ അറ്റാക്കിങ് നിർത്തിക്കൊണ്ട് തന്നെ ഡേവിഡ് വില്യംസിനെയും
റോയ് കൃഷ്ണയും നമ്മൾ സെൻട്രൽ ഫോർവേഡായിട്ട് നിർത്തി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഫുൾ ഓൺ അറ്റാക്കിങ് കോൺസെൻട്രേറ്റ് ചെയ്യുന്ന ഒരു ഫോറിൻ ഫോർമേഷൻ ആയിരിക്കും അത് 1-0-2-2 എന്ന രീതിയിലായിരിക്കും. പക്ഷെ അങ്ങനെ ചെയ്യുമ്പോൾ ഡാരിയോയും ജാവിയും ഹെർണാണ്ടസും ഒന്ന് ഡിഫെൻസീവ് മൈൻഡായിട്ട് അല്ലെങ്കിൽ ഡിഫെൻസീവ് ടാക്കിളൊക്കെ നേടുന്നതിൽ ശ്രദ്ധിച്ചാൽ മതി. പക്ഷെ അത് എല്ലാം കോച്ചിൻ്റെ മൾട്ടിപ്പിൾ ഓപ്ഷൻസിൽ ഒന്നാണ്. ഇത് രണ്ടുമാണ് എനിക്ക് ഏറ്റവും ബെസ്റ്റായിട്ട് തോന്നിയ ഒരു രീതി. നമുക്ക് ഓരോ താരത്തെ എടുത്ത് വെച്ചിട്ട് നമ്മുടെ ഓരോ കളിക്കാരുമായിട്ട് താരതമ്യം ചെയ്യാം. അതിലാദ്യം നമ്മൾ റോയ് കൃഷ്ണയിലേക്ക് കിടക്കാം. റോയ് കൃഷ്ണ ഈ ISL സീസണിലെ ഏറ്റവും സ്റ്റാർ സൈനിങ് എന്ന് അവകാശപ്പെടുന്ന താരം തന്നെയാണ് റോയ് കൃഷ്ണ. ഇദ്ദേഹത്തിന് വേണ്ടി മാത്രമായിട്ട് നമ്മൾ വീഡിയോയിൽ 3-4 മിനിറ്റ് എങ്കിലും സ്പെൻഡ് ചെയ്തിട്ടുണ്ട്. കാരണം ഇദ്ദേഹത്തെക്കുറിച്ച് നമുക്ക് അത്ര സംസാരിക്കേണ്ടതുണ്ട്. ഇദ്ദേഹത്തിൻ്റെ ഒരു ബേസിക് പ്രൊഫൈൽ നമ്മൾ പറയുകയാണെങ്കിൽ ഇദ്ദേഹം 31 വയസ്സുള്ള ഒരു സെൻട്രൽ ഫോർവേഡ് താരമാണ്. ഇദ്ദേഹത്തിന് 2 നാഷണാലിറ്റിയാണ് ഉള്ളത്, ഫിജിയും ന്യൂസിലാൻഡും. ഇദ്ദേഹം ഇന്ത്യൻ വംശജരാണ് ഇദ്ദേഹത്തിൻ്റെ പേരൻസ് എങ്കിലും ഇദ്ദേഹത്തിൻ്റെ നാഷണാലിറ്റി ലഭിച്ചത് ആദ്യം ഫിജിയിൽ നിന്നാണ്. ഈ ഫിജിയിൽ നിന്ന് കളിച്ച് അദ്ദേഹം നാഷണൽ ടീമിൽ ഫിജി നാഷണൽ ടീമിൽ ക്യാപ്റ്റനായിട്ട് തന്നെ കളിച്ചിട്ടുണ്ട്. അവിടെ മികച്ച പ്രകടനമാണ് അദ്ദേഹം കാഴ്ചവെച്ചിട്ടുള്ളത് ഇതുവരെയും. ആ മികവ് അതേപോലെ തന്നെ ഇദ്ദേഹം പാർട്ടിസിപ്പേറ്റ് ചെയ്ത ക്ലബ്ബ് ന്യൂസിലാൻഡിൽ നിന്നായതുകൊണ്ടും ഈ കളിമികവ് കൊണ്ട് അദ്ദേഹത്തിന് ന്യൂസിലാൻഡിൽ സിറ്റിസൺഷിപ്പും കൊടുത്തിട്ടുണ്ട്. അപ്പം 2 സിറ്റിസൺഷിപ്പാണ് ഇദ്ദേഹത്തിനുള്ളത്. 1 സെൻറ്റിമീറ്റർ ഹൈറ്റ് ഇദ്ദേഹത്തിനുണ്ട്. പിന്നെ അതേപോലെ തന്നെ ഇദ്ദേഹം റൈറ്റ് ഫൂട്ടറാണ്, പക്ഷേ ലെഫ്റ്റ് ഫുട്ട് കൊണ്ട് ഇദ്ദേഹത്തിന് ഫിനിഷ് ചെയ്യാൻ സാധിക്കും. ഇതാണ് അദ്ദേഹത്തിൻ്റെ ജനറൽ പ്രൊഫൈൽ. ഇനി നമ്മൾ അദ്ദേഹത്തിൻ്റെ പെർഫോമൻസ്, അതായത് ലേറ്റസ്റ്റ് ആയിട്ടുള്ള പെർഫോമൻസ് നമ്മൾ നോക്കുകയാണെങ്കിൽ ഫിജിക്ക് വേണ്ടി ഇദ്ദേഹം 35 കളിയിൽ നിന്ന് 23 ഗോളുകളാണ് ഇതുവരെ സ്കോർ ചെയ്തിട്ടുള്ളത്. അതേപോലെ തന്നെ ഇദ്ദേഹം കളിക്കുന്ന ക്ലബ്ബ് എന്ന് പറഞ്ഞാൽ A ലീഗ് ക്ലബ്ബാണ്. നമ്മുടെ ഓസ്ട്രേലിയയിൽ ഫസ്റ്റ് ഡിവിഷനിലുള്ള ഏറ്റവും ടോപ്പ് ഡിവിഷനിലുള്ള ക്ലബ്ബിലാണ് ഇദ്ദേഹം കളിക്കുന്നത്. ഈ ക്ലബ്ബിൽ അല്ലെങ്കിൽ ഈ ഡിവിഷനിൽ ഇദ്ദേഹം മൊത്തം 122 ഗെയിംസാണ് ഇദ്ദേഹം കളിച്ചിട്ടുള്ളത്. അതിൽ 51 ഗോളുകൾ ഇദ്ദേഹം നേടിയിട്ടുണ്ട്. ഇനി നമ്മൾ ഇദ്ദേഹത്തിൻ്റെ ക്ലബിനെ കുറിച്ചും ഇദ്ദേഹത്തിൻ്റെ ലാസ്റ്റ് സീസണിലെ പെർഫോമൻസിനെ കുറിച്ചും നമുക്ക് പറയാം. റോയ് കൃഷ്ണ ഈ അവസാനം, അതായത് ATK വരുന്നതിന് മുമ്പ് നിന്നിരുന്നത് വില്ലിംഗ്ടൺ ഫീനിക്സ് എന്ന ന്യൂസിലാൻഡ് ക്ലബിലാണ്. ഈ ന്യൂസിലാൻഡ് ക്ലബ്ബ് A ലീഗ്, അതായത് ഓസ്ട്രേലിയൻ ലീഗിലെ ഹ്യൂണ്ടായി A ലീഗ് ഓസ്ട്രേലിയൻ ടോപ്പ് ഡിവിഷൻ ലീഗിലാണ് കളിക്കുന്നത്. ഓസ്ട്രേലിയൻ ടീം അല്ലാതെ കളിക്കുന്ന ഒരേ ഒരു ക്ലബ്ബാണ്, അതായത് ഓസ്ട്രേലിയയിൽ നിന്നല്ലാത്ത ഒരേ ഒരു ക്ലബ്ബാണ് ഈ വെല്ലിംഗ്ടൺ ഫീനിക്സ്. അതായത് ന്യൂസിലൻഡിൽ നിന്ന്, ഓസ്ട്രേലിയയുടെ പുറത്തു നിന്ന് വരുന്ന ഒരു ടീം എന്നാണ് കാണുന്നത്. ഈ ക്ലബ്ബ് അവസാനത്തെ പെർഫോമൻസുകളെല്ലാം 4-5 സ്ഥാനങ്ങളിലൊക്കെയാണ്. നല്ല കോമ്പറ്റീറ്റീവ് ആയിട്ടുള്ള ഒരു ലീഗാണ്. കാരണം നിങ്ങൾക്കറിയാം മെൽബൺ സിറ്റി നമുക്ക് എല്ലാം സുപരിചിതമാണ്. അവർ കഴിഞ്ഞ വർഷത്തെ പ്രീ സീസണിൽ വന്നായിരുന്നു. അവരൊക്കെ ഈ ഡിവിഷൻ ക്ലബ്ബിൽ നിന്ന് വന്നായിരുന്നു. അവരുടെ പെർഫോമൻസ് നമുക്കറിയാം. അപ്പോൾ അതേപോലെ തന്നെയാണ് എല്ലാം ഒരു നല്ല ടോപ്പ് പെർഫോമൻസ് കാഴ്ചവെക്കുന്ന ഒരു ഡിവിഷനാണ് ഈ ക്ലബ്ബ്. അപ്പോൾ വെല്ലിംഗ്ടൺ ഫീനിക്സിൽ നിന്ന് ഇദ്ദേഹം കഴിഞ്ഞ സീസണിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കത്തുന്ന ഫോമിലായിരുന്നു. ഇത് ഒരു ഫയർ ഫോം എന്ന് തന്നെ പറയാം. കാരണം ഇദ്ദേഹം നേടിയെടുത്ത ഗോളുകളുടെ എണ്ണം നോക്കുകയാണെങ്കിൽ 27 മാച്ചസിൽ നിന്ന് 19 ഗോളുകളാണ് ഇദ്ദേഹം തൻ്റെ ടീമിന് വേണ്ടി കഴിഞ്ഞ സീസണിൽ, അതായത് അവിടുത്തെ ഗോൾഡൻ ബൂട്ട് നേടിയ താരമാണ് റോയ് കൃഷ്ണ. ഇനി ഇദ്ദേഹത്തിൻ്റെ ടീമിൻ്റെ പെർഫോമൻസ് നമ്മൾ നോക്കുകയാണെങ്കിൽ ഈ ടീം മൊത്തം 27 ഗെയിംസിൽ നിന്ന് 47 ഗോളുകളാണ് നേടിയത് ടോട്ടൽ, അതായത് ഈ സീസണിൽ നോക്കുകയാണെങ്കിൽ. ഇതിൽ തന്നെ നമ്മൾ മറ്റൊരു കാര്യം കണക്കാക്കുകയാണെങ്കിൽ 35 ഗോളുകളാണ് ഇൻസൈഡ് ദ ബോക്സിൻ്റെ അകത്ത് നിന്ന് നേടിയത്. പിന്നെ അതേപോലെ തന്നെ ഈ ഇൻസൈഡ് ദ ബോക്സിൽ നേടിയതിനകത്താണ് 19 ഗോള് റോയ് കൃഷ്ണയും 11 ഗോള് ATKയുടെ മറ്റൊരു സൈനിങ് ആയ ഡേവിഡ് വില്യംസും ഇവർ രണ്ടുപേരും സ്കോർ ചെയ്തത്. ഇതിൽ നമുക്കപ്പോൾ മനസ്സിലാക്കാം ഇവരെന്ന് പറഞ്ഞാൽ ബോക്സിനകത്ത് ഏറ്റവും നന്നായിട്ട് ഫിനിഷ് ചെയ്യുന്ന താരമാണ് റോയ് കൃഷ്ണ. അപ്പം ഞാൻ ഇദ്ദേഹത്തിൻ്റെ ഈ 19 ഗോളുകൾ അദ്ദേഹം എങ്ങനെ നേടി എന്നുള്ളത് ഞാനൊരു ചാർട്ട് രൂപത്തിലാക്കി. അതായത് അദ്ദേഹത്തിൻ്റെ സോഴ്സ് നമ്മൾ എവിടെ നിന്നാണെന്നുള്ള രീതിയിൽ അങ്ങനെ നോക്കുമ്പോൾ ഇദ്ദേഹം നേടിയ 19 ഗോളിൽ 53% ഗോളുകളും നേടിയത് അസിസ്റ്റിൽ നിന്നോ അല്ലെങ്കിൽ മികച്ച അസിസ്റ്റ് അല്ലെങ്കിൽ മികച്ച പാസുകൾ കാരണമാണ് ആ ഗോൾ ജനറേറ്റ് ചെയ്തത്. ഇദ്ദേഹത്തിൻ്റെ നമ്മൾ ഈ ടീമിൻ്റെ കഴിഞ്ഞ വർഷത്തെ ഏറ്റവും മികച്ച അസിസ്റ്റ് നേടിയ ഒരു താരം എന്ന് പറഞ്ഞാൽ സർപ്രീത് സിംഗ് എന്ന് പറഞ്ഞാൽ ഇന്ത്യൻ വംശജനായിട്ടുള്ള ന്യൂസിലാൻഡ് സിറ്റിസൺഷിപ്പുള്ള ഒരു താരമാണ്. വെറും 19 വയസ്സേ ഇദ്ദേഹത്തിനുള്ളൂ. ഇദ്ദേഹം 8 അസിസ്റ്റുകളാണ് കഴിഞ്ഞ വട്ടത്തെ സീസണിൽ പോയത്. ഇദ്ദേഹം ഈ അസിസ്റ്റിൻ്റെ കാര്യത്തിലും ഇദ്ദേഹം 3-4 ഗോളുകളും നേടി. ഇദ്ദേഹം ഇപ്പോൾ
അതായത് ഈ കഴിഞ്ഞ സീസണിലെ പെർഫോമൻസ് കാരണം ഇദ്ദേഹത്തിന് ഇപ്പോൾ എത്തിക്കഴിഞ്ഞത് ബയേൺ മ്യൂണിക്ക് ഇദ്ദേഹത്തിന് ക്ഷണിച്ചിരിക്കുകയാണ്. അപ്പോൾ ഇപ്പോൾ ബയേൺ മ്യൂണിക്കിൻ്റെ ഫസ്റ്റ് ഡിവിഷനിൽ സെക്കൻഡ് ഡിവിഷനിലാണ് കളിച്ചുകൊണ്ടിരിക്കുന്നത്. ഈവൻ ഇദ്ദേഹത്തിന് ഫസ്റ്റ് ഡിവിഷൻ സബിൽ വരെ എത്തിയ ഒരു താരമാണ് സർപ്രൈസ് സിംഗ്. ഇദ്ദേഹത്തിൻ്റെ വീഡിയോ നിങ്ങൾക്ക് കണ്ടാൽ സാധിക്കും. ഇദ്ദേഹം വളരെ മികച്ച രീതിയിലാണ് ഈ സർപ്രൈസ് സിംഗ് നല്ല അസിസ്റ്റുകളും പാസുകളും ഒക്കെ റോയ് കൃഷ്ണയ്ക്ക് കൊടുത്തുള്ളൂ. ഈ 8 അസിസ്റ്റ് ഗോളുകളായിട്ട് പറഞ്ഞത് റോയ് കൃഷ്ണയുടെ 8 ഗോളുകളുടെ ഒരു ഹാഫ് ക്രെഡിറ്റ് തന്നെ ഇദ്ദേഹത്തിന് കൊടുക്കാൻ വേണം. കാരണം അത്ര മികച്ച രീതിയിലുള്ള ക്രോസുകളും പാസുകളുമാണ് ഇദ്ദേഹത്തിൽ നിന്ന് മാത്രം കിട്ടിയത്. അതേപോലെ തന്നെ മറ്റ് 43 ചാൻസുകളാണ് ഈ സർപ്രൈസ് സിംഗ് ക്രിയേറ്റ് ചെയ്തത്. അപ്പോൾ അസിസ്റ്റിൽ നിന്നും പിന്നെ മറ്റുള്ള പ്ലേയേഴ്സിൻ്റെ അസിസ്റ്റിൽ നിന്ന് അത് മാക്സിമം കൺവേർട്ട് ചെയ്യാനുള്ള ഒരു കഴിവാണ് റോയ് കൃഷ്ണയ്ക്കുള്ളത്. ഇനി നമ്മൾ സെക്കൻഡ് നോക്കുകയാണെങ്കിൽ 26% ഗോളുകൾ വന്നത് ഇദ്ദേഹത്തിന് പെനാൽറ്റിയിൽ നിന്നാണ്. അതായത് 19 ഗോളിൽ 4-5 ഗോളുകൾ ഇദ്ദേഹം നേടിയത് പെനാൽറ്റിയിൽ നിന്നാണ്. ബാക്കിയുള്ള ഗോളുകൾ നമ്മൾ നോക്കുകയാണെങ്കിൽ ക്രോസിൽ നിന്ന് വന്ന ഹെഡിങ്ങുകൾ നോക്കുകയാണെങ്കിൽ 15% ഗോളുകളാണ് അങ്ങനെ നേടിയത്. പിന്നെ ലോങ് ഷോട്ട് ഗോളുകളും 5%, അതേപോലെ കോർണർ ഗോളുകളും 5%. അപ്പോൾ നമ്മൾ നോക്കുകയാണെങ്കിൽ ഇദ്ദേഹത്തിന് അസിസ്റ്റും പാസിൽ നിന്നാണ് ഏറ്റവും കൂടുതൽ ഗോളുകൾ വില്ലിംഗ്ടൺ ഫീനിക്സിൽ ഇത് നേടിയെന്ന് നമുക്ക് മനസ്സിലാക്കാം. അങ്ങനെയെങ്കിൽ ഈ ATKയിലെ നമ്മുടെ കോച്ചിൻ്റെ ഒരു പ്രധാന വെല്ലുവിളി ഇത് തന്നെയായിരിക്കും. അതായത് ഈ റോയ് കൃഷ്ണയ്ക്ക് ഏറ്റവും മികച്ച രീതിയിൽ അസിസ്റ്റുകളും ക്രോസുകളും അല്ലെങ്കിൽ കൊടുക്കാൻ തക്കോണമുള്ള താരങ്ങൾ ATKയിലുണ്ടോ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് റോയ് കൃഷ്ണയുടെ ഫുൾ യൂട്ടിലിറ്റി നമുക്ക് യൂട്ടിലൈസ് ചെയ്യാൻ പറ്റുകയുള്ളൂ. അപ്പോൾ അതാണ് ഒരു ഇമ്പോർട്ടൻറ്റ് പോയിൻ്റായിട്ട് നമ്മൾ കണക്കാക്കേണ്ട ഒരു കാര്യം. ഇനി മറ്റൊരു കാര്യത്തിലാണെങ്കിൽ റോയ് കൃഷ്ണയുടെ ഭാഗത്ത് 4 അസിസ്റ്റുകൾ കഴിഞ്ഞ സീസണിൽ വന്നിട്ടുണ്ട്. അത് ഉപയോഗപ്രദമാണ്. പ്രത്യേകിച്ച് ഇൻസൈഡ് ദ ബോക്സിൽ മറ്റുള്ള താരങ്ങൾ ഫിനിഷ് ചെയ്യാൻ നിൽക്കുമ്പോൾ റോയ് കൃഷ്ണയ്ക്ക് അങ്ങനെ ഒരു ഈഗോ പ്രശ്നമില്ല. താൻ തന്നെ ഗോൾ അടിക്കണമെന്നുള്ള ഈഗോ പ്രശ്നം അദ്ദേഹത്തിൻ്റെ ഹൈലൈറ്റ്സ് വീഡിയോയിൽ നിന്ന് നമുക്കത് വ്യക്തമാണ്. അദ്ദേഹം മറ്റുള്ള താരങ്ങൾക്കും അവസരം കൊടുക്കണം, മറ്റുള്ള താരങ്ങൾക്ക് വേണ്ടി ചാൻസസ് ക്രിയേറ്റ് ചെയ്യുന്നതിൽ ഒരു മടിയും കാണിക്കാത്ത താരമാണ്. ആ രീതിയിൽ അദ്ദേഹം മികച്ചതാണ്. ഇനി നമ്മൾ ഇദ്ദേഹത്തിൻ്റെ 2 രീതിയിലുള്ള അതായത് കേരള ബ്ലാസ്റ്റേഴ്സ് താരങ്ങളുമായിട്ടുള്ള ഒരു കമ്പാരിസൺ എന്നാണ് രീതിയിലുള്ളത് നമ്മളിത് ചെയ്യുന്നത്. അപ്പം നമുക്ക് കേരള ബ്ലാസ്റ്റേഴ്സിലെ ഏറ്റവും ബെസ്റ്റ് സെൻട്രൽ ഫോർവേഡ് തീർച്ചയായിട്ടും ഒഗ്ബേച്ചയാണ്. അപ്പം നമ്മൾ ഒഗ്ബേച്ചയായിട്ടുള്ള ഒരു താരതമ്യം ചെയ്യുകയാണെങ്കിൽ ഒഗ്ബേച്ച കുറച്ചുകൂടെ എക്സ്പീരിയൻസ്, അതായത് 34 വയസ്സുണ്ട് ഒഗ്ബേച്ചയ്ക്ക്. ആ ഒരു വ്യത്യാസമുണ്ട്. അപ്പോൾ കുറച്ചുകൂടെ എക്സ്പീരിയൻസ്ഡ് ആണ്. ഇനി നമ്മൾ സ്പീഡിൻ്റെ കാര്യത്തിൽ നോക്കുകയാണെങ്കിൽ റോയ് കൃഷ്ണ ശരിക്കും 1-2 പടി മുന്നിലാണെന്ന് നമുക്ക് പറയാം. കാരണം ഈ റോയ് കൃഷ്ണയുടെ ഗോൾസിൽ നോക്കി തന്നെ കൗണ്ടർ അറ്റാക്കിൽ നിന്ന് ഇവർ നേടിക്കൊടുത്ത പാസുകളൊക്കെ കൗണ്ടർ അറ്റാക്കിങ് വളരെ പേസോടെ ഏകദേശം പിച്ചിൻ്റെ ഹാഫിൽ നിന്ന് ഇദ്ദേഹം ഓടി അടുത്ത് ഗോൾ പോസ്റ്റിൽ വരെ ഓടിയെത്തി ഗോൾ തൊടുക്കാനൊക്കെ നിഷ്പ്രയാസമായിട്ട് കഴിഞ്ഞ നല്ല സ്പീഡി ഒരു താരമാണ്. അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ ഈ സ്പീഡ് നമ്മൾ കൗണ്ടർ അറ്റാക്കിങ് നമുക്ക് വളരെ ഡേഞ്ചറാണ്. ഇദ്ദേഹത്തിൻ്റെ ഈ സ്പീഡ് നമ്മളപ്പം ഈ കാര്യം നമ്മുടെ ഡിഫെൻസീവ് ലൈന്, അതായത് എൽക്കോ തീർച്ചയായിട്ടും ഇത് ശ്രദ്ധിക്കുന്ന ഒരു ഘടകമായിരിക്കും. അപ്പോൾ കൗണ്ടർ അറ്റാക്കിങ് നമ്മൾ ഇദ്ദേഹത്തിനെ എന്തായാലും ഒരു അഡീഷണൽ ആയിട്ടുള്ള മുൻകരുതൽ എടുത്തിരിക്കണം. കാരണം റോയ് കൃഷ്ണയുടെ സ്പീഡ് നമുക്ക് എന്തായാലും ഇന്ത്യൻ താരങ്ങൾക്ക് ഇപ്പോൾ ഉദാഹരണത്തിന് അറുപത്താരെ പോലൊരു താരത്തിനൊക്കെ ഈ സ്പേസിൽ നമുക്ക് ഒരിക്കലും പിടിച്ചു നിർത്താൻ പറ്റത്തില്ല. പിന്നെ പ്രതീക്ഷയുള്ളത് സുവർലോണ ജേറോ പോലുള്ള താരം ജിങ്കനായാലും സാധിക്കും. അപ്പം ആ രീതിയിൽ നമ്മൾ ഒരു പക്ഷേ ചിലപ്പോൾ റോയ് കൃഷ്ണനെ മാർക്ക് ചെയ്യേണ്ട ആവശ്യകത ഉണ്ടോ ഇല്ലയോ എന്നൊക്കെ നമുക്ക് ചെക്ക് ചെയ്യേണ്ടതുണ്ടാവും. അത് ഒരു കളിയെങ്കിലും കഴിയാൻ നമുക്ക് അതിനെക്കുറിച്ച് വ്യക്തമായിട്ട് പറയാൻ പറ്റത്തുള്ളൂ. എന്തായാലും അദ്ദേഹത്തിൻ്റെ സ്പീഡ് നമുക്ക് വളരെ ഡേഞ്ചറസ് ആയിരിക്കും. ഇനി ഇദ്ദേഹത്തിൻ്റെ നമ്മൾ ചാർട്ടായിട്ട് നോക്കുകയാണെങ്കിൽ ഇദ്ദേഹത്തിൻ്റെ കാര്യങ്ങളിലൊക്കെ ഡിഫൻസ് ഒഴിച്ച് ബാക്കി എല്ലാത്തിലും ഏകദേശം റോയ് കൃഷ്ണ തന്നെയാണ് കുറച്ച് മുൻപിൽ നമുക്ക് നോക്കാം. പിന്നെ അദ്ദേഹത്തിൻ്റെ ഏറ്റവും ബെസ്റ്റ് കാര്യങ്ങൾ നമുക്ക് കണക്കാക്കുകയാണെങ്കിൽ റോയ് കൃഷ്ണയ്ക്കാണെങ്കിൽ ഫസ്റ്റ് ടച്ച് നല്ലതാണ്. അതേപോലെ തന്നെ പെനാൽറ്റി ടേക്കിങ് എന്തായാലും ഫസ്റ്റ് ഓപ്ഷൻ ATKയുടെ പെനാൽറ്റി ടേക്കിങ് റോയ് കൃഷ്ണ തന്നെയായിരിക്കും. കാരണം റോയ് കൃഷ്ണയുടെ ഫിനിഷിങ് വളരെ നല്ലതാണ്. അദ്ദേഹത്തിന് പവറുണ്ട് പെനാൽറ്റിക്ക്, അതേപോലെ തന്നെ ഫിനിഷിങ് വളരെ രീതിയിലുള്ള ഫിനിഷിംഗ് ഉണ്ട്. അതേപോലെ തന്നെ ജഡ്ജ്മെൻറ്റ് എടുക്കുന്നതിലും കുറച്ച് കോൺഫിഡൻ്റ് ആയിട്ടാണ് അദ്ദേഹം പെനാൽറ്റി ഷൂട്ട് എടുക്കുന്നതൊക്കെ കാണുന്നത്. അപ്പോൾ അദ്ദേഹത്തിന് ആ രീതിയിൽ വളരെ രീതിയിൽ ഉപയോഗിക്കാൻ പറ്റും. പിന്നെ നല്ല ഡിറ്റർമിൻഷിപ്പ് ഉണ്ട്. ഇനി അതേസമയം നമ്മുടെ ഒഗ്ബേച്ചയുടെ കാര്യം നോക്കുകയാണെങ്കിൽ ഒഗ്ബേച്ചയ്ക്കെങ്കിൽ ഹെഡിങ് കേപ്പബിലിറ്റി തീർച്ചയായിട്ടും റോയ് കൃഷ്ണയേക്കാൾ ഒരു പടി മുന്നിലുണ്ട്. അതേപോലെ ലോങ് ഷോട്ടുകൾ കൊടുക്കാനായാലും. പിന്നെ ഒഗ്ബേച്ചയുടെ മറ്റൊരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒഗ്ബേച്ച മാക്സിമം ഫസ്റ്റ് ടച്ചിൽ തന്നെ ഗോൾ ആക്കി എടുക്കാൻ പറ്റുമോ നോക്കും. കാരണം ഇപ്പോൾ റോയ് കൃഷ്ണയ്ക്കൊക്കെ എന്ന് പറയാം, റോയ് കൃഷ്ണ ഒരു സ്പേസ് കുറച്ച് കണ്ടെത്തിയിട്ട് ആ ബോൾ സുരക്ഷിതമായിട്ട് ഗോളാക്കാൻ
അവസരം, അതായത് ആ മാക്സിമം അവസരത്തിനെ തന്നെ യൂട്ടിലൈസ് ചെയ്യാനുള്ള ഇത് ശ്രമിക്കാറുണ്ട്. പക്ഷേ ഒഗ്ബെച്ച് എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ അൺഎക്സ്പെക്റ്റഡ് ആയിരിക്കും. ഈ ഇൻസൈഡ് ദ ബോക്സിലാണെങ്കിൽ ഒരു നല്ല പാസ്സാണെങ്കിൽ അത് കൺവേർട്ട് ചെയ്ത് ഒരു ഗോൾ കീപ്പറിന് നിൽക്കാൻ പോലും സമയം കൊടുക്കാതെ കൺവേർട്ട് ചെയ്ത് ഗോളാക്കാൻ പറ്റുന്ന ഒരു താരമാണ് ഒഗ്ബെച്ച്. അപ്പോൾ ആ രീതിയിലുള്ള വ്യത്യാസം ഉണ്ടാകും. പിന്നെ നമ്മൾ ഇവരുടെ ഒരു പെർസെൻറ്റേജ് ഒക്കെ നോക്കുകയാണെങ്കിൽ ഏകദേശം ഈക്വലാണ്. 55.8 ഉള്ളൂ ഇവരുടെ ഒരു വ്യത്യാസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അതേപോലെ തന്നെ ഒഗ്ബെച്ചയ്ക്ക് ഡിഫൻസിലും ഫിസിക്കലും കുറച്ച് മുമ്പിലാണെന്നുള്ള വ്യത്യാസം മാത്രമേ ഉള്ളൂ. ഇനി ഇവർ ഈക്വലായിട്ടുള്ള ഘടകമാണ് നമ്മൾ നോക്കുന്നതെങ്കിൽ ഇവർ രണ്ടുപേരും ബോത്ത് ലെഗ്സ് കൊണ്ട് ഫിനിഷ് ചെയ്യാൻ കഴിവുള്ളവരാണ്. അതിപ്പോൾ ഇടത്തുനിന്നോ വലത്തുനിന്നോ ഇല്ലാതെ. ഇത് നമുക്ക് ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം നമുക്ക് ഈ ഇടത്തു നിന്നാണോ ക്രോസുകൾ വരുന്നത്, വലത്തു നിന്നാണോ ക്രോസുകൾ വരുന്നത്, ത്രൂ പാസുകൾ എവിടെ നിന്നാണോ നമ്മൾ മാക്സിമം ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതാണ് ആ മിഡ്ഫീൽഡിൽ നിൽക്കുന്നവരൊക്കെ ആഗ്രഹിക്കുന്നത്. അപ്പോൾ അങ്ങനെയുള്ളപ്പോൾ ഇത് ഏത് രീതി വന്നാലും ഫിനിഷ് ചെയ്യാൻ പറ്റുന്ന സെൻട്രൽ ഫോർവേഡ് താരം നമുക്ക് നിൽക്കുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ഇത് രണ്ടുപേർക്കും ഒരേപോലെയുള്ള കഴിവുണ്ട് ഏത് കാലിലും ഫിനിഷ് ചെയ്യാമെന്നുള്ളത്. അതേപോലെ അറ്റാക്ക് ഇൻസൈഡ് ദ ബോക്സ് രണ്ടുപേരും ഒരേപോലെ ഇൻസൈഡ് ദ ബോക്സിൽ ഇവർ കൂടുതൽ ആക്രമണകാരികളാണ്. അതേപോലെ തന്നെ ഓഫ് ദ ബോളിൽ ഇവർ ഉദാഹരണത്തിന് ഈ ഒഗ്ബെച്ച് ആണെങ്കിലും ഈ ഓഫ് സൈഡ് ട്രാപ്പ് ബീറ്റ് ചെയ്യാൻ ശ്രമിക്കുന്നത് അല്ലെങ്കിൽ തൻ്റെ പേസ് ഉപയോഗിച്ച് മുന്നോട്ട് പോകാൻ ആഗ്രഹിക്കുന്ന ഒരു പ്ലെയറാണ്. സെയിം ആണ് റോയ് കൃഷ്ണയ്ക്ക് ഓഫ് സൈഡ് ട്രാപ്പ് ബീറ്റ് ചെയ്യാനുള്ള ആഗ്രഹമുണ്ട്. അതേപോലെ തന്നെ പേസ് ഉണ്ട്. അപ്പോൾ ഇത് രണ്ടുപേരും ഓഫ് ദ ബോളിൽ ആ പൊസിഷൻ കീപ്പ് ചെയ്യുന്ന ഒരു താരങ്ങളാണ്. പിന്നെ രണ്ടുപേർക്കും ഫിനിഷിങ്ങിൻ്റെ കഴിവുണ്ട്. പിന്നെ ക്രോസിംഗ് ആണെങ്കിൽ രണ്ടുപേരും ഏകദേശം ഒരേപോലെയാണ് വരുന്നത്. ഇതാണ് ഇവർ തമ്മിലുള്ള കമ്പാരിസൺ നമ്മൾ നോക്കുകയാണെങ്കിൽ. നമ്മൾ ആദ്യ പാർട്ട് ഇവിടെ വെച്ച് അവസാനിപ്പിക്കുകയാണ്. നമ്മൾ രണ്ടാമത്തെ പാർട്ടിൽ ഡേവിഡ് വില്യംസിനെ കുറിച്ചും അതേപോലെ തന്നെ മറ്റ് താരങ്ങളെക്കുറിച്ചും ഒക്കെ നമ്മൾ കമ്പയർ ചെയ്യുന്നതാണ്. അതുവരെ നിങ്ങൾ സ്റ്റേ ട്യൂൺഡ്. നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. മാക്സിമം സപ്പോർട്ട് ചെയ്യുക, മാക്സിമം ഷെയർ ചെയ്യുക. നന്ദി, നമസ്കാരം.